പൈസ മറ്റേ ഇങ്ങനെ ശരി വന്നത് ഞാൻ കണ്ടതല്ലേ. അതെ, ചില സമയത്ത് അങ്ങനെ അയക്കുമ്പോഴേ അക്കൗണ്ടിൽ 2 അക്കൗണ്ടിൽ വരാതെ ഏറി കിടക്കും. ഒന്ന് 24 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെയോ അല്ല തിരിച്ചു വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോ ആ പൈസ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ടായിരിക്കും പോയത്. അതെന്ത് വർത്താനോടിയാ പറയണത്? ഞാൻ വെറുതെ തമാശ. ഒരു തമാശയല്ല, കാര്യത്തിൽ പറഞ്ഞതാ. അത് തമാശക്ക് നീ ഇങ്ങനെ പറയണത്? ആവോ അവളോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരുടെ പൈസ ഒന്നും വേണ്ട. എന്താ നിങ്ങൾ ഈ പറയണ? കാശ് അയച്ചിട്ട് പെട്ടെന്ന് കാശ് അവരുടെ അക്കൗണ്ടിൽ തന്നെ പോയിട്ട് ആ പെണ്ണുമ്പിളിനോട് ശരിക്കും നോക്കാൻ പറഞ്ഞു. നോക്കി നോക്കടാ. അത് അല്ല പിന്നെ എന്റെ മുമ്പിൽ വെച്ച് അയച്ചത്. ആ ഒച്ചയെ ഞാൻ കേട്ടതാ. ലോക്കൊക്കെ കാശിന്റെ കാര്യല്ലേ? പൈസ കിട്ടാത്ത കാര്യം എന്ത്? ഇന്നലെ അയച്ചത് നോക്ക്. ഇന്നലെ രാവിലെ ഉച്ചടം വായിച്ചത് മനസ്സിലായി. ഉച്ചടം വായിച്ചത് നോക്ക്. 9,000 കേട്ടോ. പോയിട്ടുണ്ടോ? പോയില്ലേ? എന്നിട്ട് അവളെ വിളിക്ക്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അവനെയും വിളിച്ചേ. ആരേനെ? ക്ലീറ്റോയും വിളിച്ചേ. ബിരിയാണി കളിയാ. നീ ബിരിയാണി മേടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തപ്പോഴേ എനിക്ക് അറിയാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ഉറക്കം പറഞ്ഞിട്ടുണ്ട്. ഞാനത് കിടക്കണം. അത്ര പെട്ടെന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കായിരുന്നല്ലോ. ബിരിയാണിയുടെ വയക്കം. അമ്മാവന് കോൾ വന്നപ്പോ തന്നെ ഇറങ്ങി പോയപ്പോ എനിക്ക് തോന്നിയായിരുന്നു. അമ്മാവന് എന്ത് കോള്? അല്ല, താങ്കളുടെ അക്കൗണ്ടിലേക്ക് ഒരു 9,600 വന്നിട്ടുണ്ടോ? എന്റെ അക്കൗണ്ടില്ല. എന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല. എന്റെ അക്കൗണ്ട് വട്ടപൂജ്യമാണെന്ന് എനിക്കറിയാം. അതല്ല, DDT പാർട്ടി വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ഒരു 9,600 വന്നിട്ടുണ്ട്. പാർട്ടിയുടെ അക്കൗണ്ട് ആയിരിക്കില്ല. അല്ല, പാർട്ടിയുടെ ഇതിലേക്ക് ഒരുപാട് പൈസ ദിവസവും വരാറുണ്ട്. പലരും അയക്കുന്നത് വരാറുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല ആരാണ് എന്താണെന്നൊക്കെ. പക്ഷെ ഗിരിരാജന്റെ പേര് വന്നിട്ടില്ലേ? അതിലെന്തിനാ അമ്മാവ് അയച്ചതിലേക്ക്? അതാണ് എനിക്കറിയാത്തത്. അമ്മാവന്റെ പൈസ എങ്ങനെ അവന്റെ അക്കൗണ്ടിലേക്ക് പോയി? അതെങ്ങനെടാ? ഞാൻ ഇവൾക്ക് കൊടുത്ത QR കോഡ് നോക്കിയിട്ട് അതിലല്ലേ ഞാൻ ബാങ്കിലേക്കല്ലേ വിട്ടത്. അതെങ്ങനെ അവനെ കിട്ടണേ? ഡാഡിയുടെ QR കോഡ് വല്ല അമ്മയ്ക്ക് അയച്ചോ? അത് ഇന്നലെ അയച്ചായിരുന്നു. എന്തിന്? അത് വേറെ ഒന്നുമല്ല. പാർട്ടി ഫണ്ടിലോട്ട് ശരണ്യയുടെ ഭർത്താവ് ഇച്ചിരി പൈസ കൊടുക്കാന്ന് പറഞ്ഞു. 1000 രൂപ എങ്ങാണ്ട്. അപ്പൊ ക്ലീറ്റോ എന്റെ അടുത്ത് അതിന്റെ ഈ സാധനം പടം അയച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് ശരണ്യയുടെ ഭർത്താവിന് അയച്ചു കൊടുത്തിട്ട് പൈസ ഇടിപ്പിക്കാൻ പറഞ്ഞു. ഞാനത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് പൈസ ഇടിയിട്ടായിരുന്നു. ഗാലറിന്നാണ് ഇതെല്ലാം എടുത്തത്. ഫോട്ടോയൊക്കെ കിടക്കണം. അല്ലെന്ന് ഇപ്പൊ അയക്കാൻ നേരത്തെ QR എടുത്ത ഗാലറിന്നാണോ? എന്നിട്ട് ആദ്യം കണ്ടേനോ എടുത്തേ? മാറിപ്പോയി. എന്തിനാ ഗാലറിന്ന് എടുത്ത്? ഞാൻ വിട്ടു തന്ന ആ വാട്സപ്പിൽ തന്നെ കാണിച്ചു തന്നാ മതിയായിരുന്നില്ലേ? അപ്പം മാഡത്തിന്റെ ഭർത്താവിന്റെ പാർട്ടിയിലേക്ക് അയച്ചിരിക്കുന്നു. അയ്യോ, ഇവര് മരം അറിഞ്ഞില്ലല്ലോ. അല്ല, ഇവിടെ മനം അറിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ അറിഞ്ഞല്ലോ. അതെങ്ങനെ? അത് നോക്കി അറിയില്ലേ? ഗിരിരാജന്റെ അക്കൗണ്ട് കിട്ടിയതെന്ന് അറിയില്ലേ? ഇതിപ്പോ എന്താന്നറിയാമോ? പാർട്ടി ഫണ്ടിലേക്ക് വന്നു. അത് ഗിരിരാജൻ. പക്ഷെ ഞാന് എന്റെ മനസ്സിൽ പോയ എന്താ അറിയാമോ? മുമ്പ് അമ്മാവൻ നമ്മള് ആ ചീരത്തോട്ടത്തിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് തന്നപ്പോ ഞാൻ പാർട്ടി ഫണ്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണോന്ന് അമ്മാവനോട് പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു നീ നോക്കിക്കോ, നീ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നിന്റെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു തുക വരുമെന്ന് അന്ന് പറഞ്ഞില്ലേ? അതായിരിക്കും ഇതല്ല, ഇത് ഇവളുടെ ബാങ്കിലേക്ക് അയച്ചത് മാറി വന്നതാണ്. അത് കിട്ടാ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം കണക്കും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉള്ളതാണ്. ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മാവനെ അറിയിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ശല്യം ചെയ്യും കേട്ടാ. കൊടുക്കാം. അപ്പനി എന്താ ചെയ്യാ? ബിരിയാണി കഴിച്ചില്ലേ? അത് ഈ പൈസ കൊണ്ട് വാങ്ങിയതാന്ന് എനിക്കറിയില്ലായിരുന്നു. അതറിയണമായിരുന്നു. ഒരു കാര്യത്തില് ഇപ്പൊ അവന്റെ അക്കൗണ്ടിൽ പോയത് കൊണ്ട് കുഴപ്പമില്ല. അവനെ പിടിച്ചെടുത്ത് പഠിക്കെങ്കിലും ചെയ്യാം. വേറെ എവിടെയെങ്കിലും പോയി എന്തിയായിരുന്നു? അപ്പൊ അത് പോയി. എല്ലാം ഇവനെ പറഞ്ഞാൽ മതി. ഇവനൊരു ഒറ്റക്കാരൻ എന്റെ കാശ്. എടാ, ഞാൻ രാവിലെ നേരിട്ട് ബാങ്കിൽ പോയി അടയ്ക്കാൻ നിന്നാണ്. ഇവന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഈ പണിയൊപ്പിച്ചത്. അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള 40 പോയിരുന്നുള്ളൂ. 9,600 രൂപ പോയില്ലേ? അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒന്നും അറിഞ്ഞിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടും.